السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറെ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാ, വിശുദ്ധ റബീഉൽ അവ്വൽ മാസം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞും പാടിയും വളരെ സന്തോഷത്തോടുകൂടെ നാം സ്വീകരിക്കുകയും വരവേൽക്കുകയും ആ റബീഇനെ യാത്രയാക്കാൻ കാത്തു നിൽക്കുന്ന ഒരു സമയം കൂടെയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം സൃഷ്ടിലോകത്തേക്ക് അള്ളാഹു നൽകിയ വലിയ കാരുണ്യമാണെന്നും ആ കാരുണ്യത്തിൻ്റെ വ്യാപ്തി, അതല്ലെങ്കിൽ അതിൻ്റെ വലുപ്പം എത്ര തന്നെ വിശദീകരിച്ചാലും വിശദീകരണങ്ങൾക്കൊതുങ്ങാത്ത ഒരു യാഥാർത്ഥ്യമാണെന്നും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹയാത്തി ഖൈറുൻ ലക്കും വ മമാതി ഖൈറുൻ ലക്കും. എൻ്റെ ജീവിതകാലം നിങ്ങൾക്ക് ഖൈറാണ്, എൻ്റെ മൗത്തിൻ്റെ കാലം, ഞാൻ മൗത്തായതിൽ പിന്നെയും നിങ്ങൾക്ക് ഖൈറാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലം എത്രമേൽ സുന്ദരമാണെന്നും ആശ്വാസമാണെന്നും സ്വഹാബികൾ ആ ജീവിതത്തെ ആസ്വദിച്ചതിനെ കുറിച്ചുമെല്ലാം നമ്മൾ പറയേണ്ടായി. കേവലമായിരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നില്ല, അതേസമയം സർവ രീതിയിലും മാനവകുലത്തിന് മാതൃകയാകുന്ന രീതിയിൽ കാരുണ്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും അതോടൊപ്പം തന്നെ സഹിഷ്ണുതയുടെയും സഹനത്തിൻ്റെയും കൃത്യമായിരിക്കുന്ന പാഠങ്ങളാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പകർന്നു തന്നത്. ആ പാഠങ്ങളെ ജീവിതത്തിലേക്ക് പകർത്തിയാൽ വിശ്വാസി എന്നല്ല, അവിശ്വാസികൾക്കടക്കം തൻ്റെ വ്യക്തിത്വം രൂപപ്പെടുത്താനും നല്ല മനുഷ്യൻ എന്ന പേര് സ്വായത്തമാക്കാനും സാധിക്കുന്നതാണ്. അതിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഒരുപാട് വിഷയങ്ങൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് മുതൽ അവിടുന്ന് സ്വദേശമാകുന്ന മക്ക വിട്ട് മദീനയിലേക്ക് എത്തുന്നത്, ആ വരവ് കഴിഞ്ഞ് പിന്നീട് ബദറും ഉഹദും ഖന്തഖും കഴിഞ്ഞ് മദീനയിൽ നിന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 10,000-ഓളം വരുന്ന സ്വഹാബത്തുമായി മക്കയിലേക്ക് പോകുന്നതും മക്കം ഫതഹ് എന്ന് പറയുന്ന വലിയ വിജയഗാഥ രചിക്കുന്നതും എല്ലാം നമ്മൾ പറയേണ്ടായി. അതിൽ പിന്നെ ഉണ്ടായ ചില സംഘട്ടനങ്ങളും ചില യുദ്ധങ്ങളും എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഏതായാലും ഇൻഷാ അല്ലാഹ് 1-2 നാൾ നമുക്ക് ക്ലാസ് എടുക്കുകയായിട്ടില്ല. ഇനി മുന്നോട്ട് പോകാൻ കൂടുതൽ സമയവും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ചരിത്രത്തിൻ്റെ സീറയുടെ
അവസാന ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീർഘമായിരിക്കുന്ന 23 ആണ്ടുത്തോളം വിശുദ്ധ ദീനീ വിജ്ഞാനവും വിശുദ്ധ ദീനീ പ്രബോധനവും പരസ്യമായും മറ്റും ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കുകയും വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്ത സമയം ഹിജ്റയുടെ 10-ാം വർഷം ദുൽഖഅദ് മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ച ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജ് യാത്രക്കൊരുങ്ങുകയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ആ യാത്രയിൽ അവിടുത്തെ എല്ലാ ഭാര്യമാരും ഉണ്ട്. 1,00,000-ഓളം വരുന്ന 1,24,000-ഓളം വരുന്ന സ്വഹാബത്തും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊക്കെയുണ്ട്. അങ്ങനെ അവർ മക്കയിലേക്ക് എത്തുകയും ഹജ്ജ് കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ആ ഹജ്ജു കർമ്മങ്ങൾക്കിടയിൽ തന്നെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല രീതിയിലും തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളായിട്ടുണ്ട് എന്നു മാത്രമല്ല, ഈ ജീവിതത്തിൻ്റെ ഉദ്ദേശം ഇവിടെ പൂർത്തിയായിരിക്കുന്നു എന്ന് തുടങ്ങിയുള്ള കൃത്യമായിരിക്കുന്ന ഒരു സൂചനകൾ സ്വഹാബത്തിനിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സൂചനകൾ മനസ്സിലാക്കിയവർ അതിനെ ഓർത്ത് വിതുമ്പുകയും കരയുകയും ചെയ്യുന്നുണ്ട്. മഹാനായിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവും മഹാനായിരിക്കുന്ന സിദ്ദീഖുൽ അക്ബർ തങ്ങളും ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയവരാണ്. അങ്ങനെ ആ ഹജ്ജ് വേളയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇന്റെ ആ സുന്ദരമായ നിമിഷത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില പ്രഭാഷണങ്ങളുണ്ട്. ആ പ്രഭാഷണങ്ങളെക്കുറിച്ച് നമുക്ക് ഈ ക്ലാസ്സിൽ പറയാം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫയിൽ വെച്ച് നടത്തിയൊരു പ്രസംഗം. ആ പ്രസംഗത്തിൽ ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, അയ്യുഹന്നാസ് ഇന്നി വല്ലാഹി മാ അദ്രി ലഅല്ലി ലാ അൽഖാഹും ബിമകാനി ഹാദാ ബഅദ യൗമികും ഹാദാ. ഹബീബായ തങ്ങൾ പറയാണ്, ഓ ജനങ്ങളെ, ഇന്നത്തെ നാളിൽ പിന്നെ ഈ സ്ഥലത്ത് വെച്ച് നിങ്ങളെല്ലാം വീണ്ടും കാണാമെന്ന് എനിക്കറിയില്ല, ഞാനത് വിചാരിക്കുന്നില്ല എന്നു മാത്രമല്ല, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എൻ്റെ വാക്കുകൾ, ആ വാക്കുകൾ സൂക്ഷിക്കുകയും കേൾക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. എന്നിട്ടോ ഹബീബായ തങ്ങൾ പറയാണ്, ഇൽമ് ചുമക്കുന്ന എത്രയോ ആളുകളുണ്ട്, യഥാർത്ഥ ഇൽമ് അവർക്ക് ലഭിച്ചിട്ടില്ല. ഹബീബായ തങ്ങൾ പറയാണ്, ഇൽമ് ചുമക്കുന്ന എത്രയോ പേർ അവനേക്കാൾ കൂടുതൽ ഇൽമുള്ളവരിലേക്ക് അവനത് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും, ശേഷമതാ വഅലമു അന്ന അംവാലക്കും വദിമാഅക്കും ഹറാമുൻ അലൈക്കും. ഹബീബായ തങ്ങൾ പറയാണ്, നിശ്ചയമായും നിങ്ങൾ അറിയണേ, യഥാ നിങ്ങളുടെ സമ്പത്തും രക്തവും ഈ നാട്ടിൽ ഈ മാസം ഈ ദിവസത്തിന് പരിശുദ്ധിയുള്ളതുപോലെ നിങ്ങൾക്ക് പരിശുദ്ധമാ. ഹബീബായ തങ്ങൾ പറയാ, 3 വിഷയത്തിൽ നിങ്ങൾ വഞ്ചന കാണിക്കരുത്. ഏതെല്ലാമാണ് ആ 3 വിഷയമെന്നറിയോ? ഒന്നാമത്തെ വിഷയം ഇഖ്ലാസുൽ അമലി ലില്ലാഹ്. അല്ലാഹുവിനിക്ക് ആക്കുന്ന അമലുകൾ, ആ അഅ്മാലുകളിൽ കാണിക്കുന്ന ഇഖ്ലാസ്, ആ വിഷയത്തിൽ നമ്മൾ വഞ്ചന കാണിക്കാൻ പാടില്ല. രണ്ടാമത്തെ വിഷയമോ കൈകാര്യകർത്താക്കളോടുള്ള ഉപദേശം, അതിലും നിങ്ങൾ വഞ്ചന കാണിക്കാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം ഹബീബായ തങ്ങൾ പറയുന്നു, മുസ്ലിങ്ങളോട് കൂടെയുള്ള ജമാഅത്ത് നിസ്കാരം, ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള പ്രവർത്തനം, ഈ കാര്യങ്ങളിലൊന്നും നിങ്ങൾ വഞ്ചന കാണിക്കരുത്. ഹബീബായ തങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തുടരുകയാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞു, ജാഹിലിയ്യ കാലത്തെ എല്ലാ ദുരാചാരങ്ങളെയും ഇതാ ഞാൻ എൻ്റെ കാൽപാദങ്ങൾക്കു താഴെ കുഴിച്ചു മൂടിയിരിക്കുന്നു. ജാഹിലിയ്യ കാലത്തെ കുടിപ്പക ഞാനിതാ കുഴിച്ചു മൂടുന്നു. എന്നിട്ട് അവിടുന്ന് പറയാണ്,
ആര്? ഇയാസ് ഇബ്നു റബീഅ ബനൂ സഅദ് ഗോത്രത്തിൽ മുലകുടിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ ഹുദൈൽ ഗോത്രക്കാർ കൊന്നില്ലേ? അതിനെ തുടർന്നുണ്ടായ കുടിപ്പക, ആ ഒരു പ്രോബ്ലം ഞാനിതാ ഒഴിവാക്കിയിരിക്കുന്നു. ഹബീബായ തങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണമെന്താ? നോക്കൂ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്താപ്പ ബഹുമാനപ്പെട്ട ഹാരിസ് എന്നവര്, അവരുടെ മകനാകുന്ന റബീഅ, അവരുടെ മകനാണ് ഇയാസ് എന്നവര് ബനൂ സഅദ് ഗോത്രത്തിൽ മുലകുടിക്കുന്ന കാലത്ത് ആ കിടാവ് വീടിന്റെ പുറത്തിങ്ങനെ കളിച്ചോണ്ടിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഹുദൈൽ ഗോത്രത്തിലെ ആൾമാർ വന്നുകൊണ്ട് ആ കിടാവിനെ തല അറുക്കുകയാണ്. അതിനെ തുടർന്നുണ്ടായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അത് വെച്ചുകൊണ്ടാണ് ഹബീബായ തങ്ങൾ പറയുന്നത് കഴിഞ്ഞില്ല. അവിടുന്ന് പറഞ്ഞു, ജാഹിലിയ്യ കാലത്തെ എല്ലാ പലിശ ഇടപാടുകളും ഇതാ ഇവിടെ കുടിച്ചു മൂടിയിരിക്കുന്നു. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന് ലഭിക്കാനുള്ള പലിശ ഞാനിതാ ഇവിടെ ദുർബലമാക്കിയിരിക്കുന്നു. ജാഹിലിയ്യ കാലത്ത് അങ്ങനെ വിസയുണ്ടായി. എന്ത്? ഈ ബഡ്ഡിക്ക് കൊടുക്കുന്ന വിസയം. ആ വിസയ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ സൂറത്തുൽ ബഖറയിലെ 278 ആയത്തിലൂടെ അതിനക്ക് നിരോധനം വരുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനർ റിബാ ഇൻ കുൻതും മുഅ്മിനീൻ എന്ന ആയത്തിലൂടെ കൃത്യമായി അല്ലാഹു തആല പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടാണ്. എന്താ പറയുന്നത്? അന്ന് ജാഹിലിയ്യ കാലത്തുള്ള ആ ഒരു സിസ്റ്റം ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയെങ്കിലും അന്ന് കിട്ടാനുള്ള ആ ഒരു പലിശന്റെ വിഷയത്തിൽ ആൾമാരിങ്ങനെ മുണ്ടിയോണ്ടുണ്ടായി. എപ്പോ ഇസ്ലാമിലെത്തിയതിൽ പിന്നെയും ആ വിഷയമാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് അവിടുന്ന് അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ്. കഴിഞ്ഞില്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇത്തഖുല്ലാഹ ഫിന്നിസാ, പെണ്ണുങ്ങളെ വിഷയത്തിൽ നിങ്ങൾ നല്ലോണം സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ച സൂക്ഷിപ്പു സമ്പത്തായിട്ടാണ് അവരെ നിങ്ങൾ ഏറ്റെടുത്തത്. എന്നിട്ടോ അള്ളാഹുവിൻ്റെ വിശുദ്ധ വചനം കൊണ്ടാണ് നിങ്ങൾക്കവരെ അള്ളാഹു ഹലാലാക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടാത്തവരെ അതാ നിങ്ങളുടെ വിരിപ്പിൽ ചവിട്ടിക്കാൻ പാടില്ല എന്ന് അവരുമായിട്ട് അവർ ചെയ്യേണ്ട കടമയാണ്, നിങ്ങളോട് അവർ ചെയ്യേണ്ട കടമയാണ്. അവർ ആരെയെങ്കിലും അങ്ങനെ വിരിപ്പിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ ക്ഷണം നിങ്ങളെന്താക്കണം? മുറിവേൽപ്പിക്കാത്ത രീതിയിൽ അതാ അവരെ അടിക്കണം. എന്നിട്ടോ അവർക്ക് നല്ല രൂപത്തിൽ ഭക്ഷണവും വസ്ത്രവും നൽകേണ്ട ഉത്തരവാദിത്വം അത് നിങ്ങൾക്കാണ്. ഈ രീതിയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതാ ആ അറഫയിൽ വെച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബത്തിനെ സാക്ഷി നിർത്തുകൊണ്ട് അവിടുന്ന് ഇങ്ങനെ പറയുകയാണ്. എന്നിട്ടോ ഹബീബായ തങ്ങൾ ഇങ്ങനെ പറയാണ്, എന്നെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കപ്പെടും. ആ സമയത്ത് നിങ്ങൾ എന്താ എന്നെക്കുറിച്ച് നിങ്ങൾ എന്തു പറയും? ഹബീബായ തങ്ങൾ കേൾക്കുകയാണ്. എന്നെ ബഗ്ഗെ നിങ്ങളോട് കേട്ടാൽ നിങ്ങൾ എന്ത് ആൻസർ കൊടുക്കും? സ്വഹാബികൾ പറയാണ്, നഷ്ഹദു അൻ ഖദ് ബല്ലഗ്ത വ അദ്ദൈത വ നസഹത എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, തങ്ങളെ അങ്ങ് ഇസ്ലാമിന്റെ മെസ്സേജുകൾ ഞങ്ങൾക്ക് എത്തിച്ചു തരികയും ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കി വീട്ടുകയും ഞങ്ങളെ ഉപദേശിക്കുകയും ചെയ്ത ആളുകളാ, ഞങ്ങളതിന് സാക്ഷിയാ എന്ന് ആ സ്വഹാബത്ത് മറുപടി പറഞ്ഞപ്പോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ടും 3 പ്രാവശ്യം അല്ലാഹുമ്മ അല്ലാഹുമ്മ അഷ്ഹദ് അല്ലാഹുമ്മ അഷ്ഹദ് അല്ലാഹുമ്മ അഷ്ഹദ് എന്ന് 3 വട്ടം പറയുകയാ.
ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി അതാ അവിടുത്തെ അറഫ പ്രസംഗത്തിലൂടെ അവിടുത്തെ വഫാത്തിലേക്കുള്ള സൂചനകൾ, ഹബീബായ തങ്ങളുടെ സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ പറയാണ്. സ്ത്രീകളോടുള്ള കടപ്പാടുകൾ, പലിശ തുടങ്ങിയിട്ടുള്ള സാമ്പത്തികമായിരിക്കുന്ന ദുരാചാരങ്ങളും ഇങ്ങനെ തുടങ്ങിയിട്ടും സുബ്ഹാനല്ലാഹ് ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം വേണം, ഹബീബായ തങ്ങൾ പറഞ്ഞ പളക്ക കേൾക്കണം. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഉപദേശങ്ങളെല്ലാം വിശുദ്ധമായ ആ പ്രഭാഷണത്തിലൂടെ ഹബീബായ തങ്ങൾ ചൊന്നുകൊടുക്കുകയാണ്. അങ്ങനെ ആ ഹജ്ജിന്റെ വേളയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ നളർ റളിയല്ലാഹു അൻഹു പറയാണ്, മിനായിൽ നിന്നുകൊണ്ട് അയ്യാമു തശ്രീഖിന്റെ മധ്യത്തിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അതാ പ്രസംഗിച്ചിരുന്നു. എന്താ പ്രസംഗിച്ചിരുന്നത്? സുബ്ഹാന റബ്ബി യാ അയ്യുഹന്നാസ് ഇന്ന റബ്ബക്കും വാഹിദുൻ. ഹബീബായ തങ്ങൾ പറയാണ്, ഓ ജനങ്ങളെ, നിങ്ങളുടെ റബ്ബ് അവൻ ഏകനാണ്, ഒന്നാണ്, നിങ്ങളുടെ പിതാവും ഒന്നാണ്. എന്നിട്ട് അവിടുന്ന് പറയാണ്, അലാ ലാ ഫളല ലിഅറബിയ്യിൻ അലാ അഅജമിയ്യിൻ വലാ ലിഅജമിയ്യിൻ അലാ അറബിയ്യിൻ വലാ അസ്വദ അലാ അഹ്മറ വലാ അഹ്മറ അലാ അസ്വദ ഇല്ലാ ബിതഖ്വല്ലാഹ്. ഹബീബായ തങ്ങൾ പറഞ്ഞ പളക്ക എന്താ? അവിടുന്ന് പറയുന്നത്, സുബ്ഹാന റബ്ബി, നിങ്ങളുടെ റബ്ബ് ഏകനാ, നിങ്ങളുടെ പിതാവ് ഒന്നാ. എന്നിട്ട് പറയുന്നു, ഹബീബായ തങ്ങൾ അറിയിക്കുകയാണ്, ഒരു അറബിക്കും ഒരു അനറബിയേക്കാൾ, ഒരു അനറബിക്കും ഒരു അറബിയേക്കാൾ, ഒരു കറുത്തവനും ഒരു ചുവന്നവനേക്കാൾ, ഒരു ചുവന്നവനും ഒരു കറുത്തവനേക്കാൾ പ്രത്യേകമായ ഒരു സ്ഥാനവും ഇല്ല. അതേ സമയം ഹബീബായ തങ്ങൾ പറയുന്നു, ഇല്ലാ ബിതഖ്വല്ലാഹ്, അല്ലാഹുവിനോടുള്ള തഖ്വ. ആ തഖ്വന്റെ വിഷയെ പരിഗണിച്ചിട്ടല്ലാണ്ട്, അത് പരിഗണിക്കുമ്പോൾ സ്ഥാനത്തിൽ മാറ്റം വരും എന്നല്ലാണ്ട് യാതൊരു നിലക്കുമുള്ള ഡിസ്ക്രിമിനേഷൻ അവർക്കിടയിലില്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ശേഷമതാ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കുകയാണ്, അലാ, അവിടുന്ന് കേൾക്കുന്നത്, അലാ ഹൽ ബല്ലഗ്തു. എന്താ ചോദിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ? അവര് ആ സ്വഹാബത്ത് പറയാണ്, ബല്ലഗ റസൂലുള്ളാഹ്, അതേ നബിയേ, അവിടുന്ന് അള്ളാഹുവിന്റെ ദൂതര് ഞങ്ങൾക്ക് വിഷയങ്ങളെല്ലാം എത്തിപ്പാട്ടി തന്നിട്ടുണ്ട്. ആ സമയത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞ പളക്ക, ഈമാനുള്ള ചെറുപ്പക്കാരെ, ഇൽമുള്ള ആളുകളെ, വിശുദ്ധ ദീനിന് ഖിദ്മത്തെടുക്കാൻ താല്പര്യമുള്ളവരെ കൃത്യമായി മനസ്സിലാക്കിക്കോ, ഹൃദയത്തിൽ വെക്കേണ്ട വിഷയമാ. ഹബീബായ തങ്ങൾ പറഞ്ഞത്, ഫൽയുബല്ലിഗി ഷാഹിദു അൽ ഗായിബ, എന്നാൽ ഇവിടെയുള്ളവര് ഇല്ലാത്തവരിലേക്ക് എത്തിപ്പാട്ടി കൊടുക്കണം. ഓടുള്ള ആൾമാര് ഓടില്ലാത്ത ആൾമാർക്ക് അറിയിച്ചു കൊടുക്കണം. ആ നന്മയുടെ, ആ സന്ദേശത്തിന്റെ, ആ സുന്ദരമായ മഹത്തായ വാക്യങ്ങളാണ് മിനായിൽ വെച്ച് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് അവിടുന്ന് സംസാരിക്കുന്നത്. പിന്നീട് അവിടുന്ന് പറയുന്നുണ്ട്, ഇതേതു മാസമാ? അവര് പറഞ്ഞു, ഇത് പരിശുദ്ധമായ മാസമാണ് നബിയെ. ഇത് ഏതു ദിവസമാ? മറുപടി, ഇത് വിശുദ്ധമായ ദിവസമാണ് നബിയെ. ഈ നാട് ഏതാ? ഇത് പരിശുദ്ധമായ നാട് ആണു നബിയെ. ആ സമയം ഹബീബായ
തങ്ങൾ പറയാണ്, എന്നാൽ നിങ്ങളുടെ രക്തവും സമ്പത്തും അഭിമാനവും ഈ നാട്ടിൽ, ഈ മാസത്തിൽ, ഈ ദിവസത്തിൽ എത്ര പരിശുദ്ധിയുണ്ടോ, അല്ലെങ്കിൽ എത്ര പരിശുദ്ധമാണോ, അതുപോലെ നിങ്ങൾക്കും പരിശുദ്ധമാ എന്ന് പറഞ്ഞാൽ അന്യായമായി അങ്ങോട്ടും ഇങ്ങോട്ടും രക്തം ചൊരിക്കരുത്, പ്രയാസങ്ങൾ ഉണ്ടാക്കരുത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, മാല് അത് കട്ടെടുക്കാൻ പാടില്ല എന്ന് തുടങ്ങിയിട്ടുള്ള ഉപദേശങ്ങളും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൃത്യമായി അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ രീതിയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മാനവകുലത്തിനു തന്നെ, മനുഷ്യവർഗത്തിനു തന്നെ ചിന്തിക്കാനും മനസ്സിലാക്കാനും കൃത്യമായ രീതിയിൽ ജീവിതത്തിലേക്ക് പകർത്താനുമുള്ള സുന്ദരമായ ആ ജീവിതം അവിടുന്ന് പടിപ്പാട്ടി കൊടുക്കുകയാ. അതാണ് ഹജ്ജത്തുൽ വദാഇൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഹിജ്റയുടെ 10ാം വർഷമാണ് ഈ ഹജ്ജും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. അത് കഴിഞ്ഞ് അധിക നാളുകൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ജീവിച്ചിരുന്നിട്ടില്ല. ഹിജ്റ 11ാം വർഷം സഫറിലെ അവസാന ബുധനാഴ്ചൻ്റെ അന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗം ബാധിക്കുന്നുണ്ട്. വഫാത്തിലേക്ക് ഹേതുവായ ആ സോക്കട് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അത് പറയണം. തുടർന്നുള്ള ദിവസം ഇൻഷാ അല്ലാഹ് നമ്മുടെ ടെസ്റ്റ് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറയുന്നതാണ്. ക്ലാസ്സുകൾ നിത്യമായി സ്ഥിരമായിട്ട് കേൾക്കുന്ന ആൾമാർ ഇൻഷാ അല്ലാഹ് രീതിയിൽ ക്ലാസ്സിൽ വരുന്ന ഓരോ കാര്യങ്ങളും നോട്ടാക്കി വെച്ചിട്ടുണ്ടാകും, മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാകും. ഇൻഷാ അല്ലാഹ് ടെസ്റ്റ് നടക്കുകയുണ്ട്. ടെസ്റ്റായാൽ പിന്നെ ഇൻഷാ അല്ലാഹ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡിനെല്ലാം നമ്മൾ കൃത്യമായിരിക്കുന്ന ഒരു ഉപഹാരം എന്ന രീതിയിൽ ഒരു അവാർഡെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൊടുക്കും. ടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവരെയും ഇൻഷാ അല്ലാഹ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാദിഹീങ്ങളിൽ, അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തി അള്ളാഹു തആല നമ്മളെയൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ബേജാറുകൾ പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞ് ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവെ, എല്ലാവരുടെ രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ തീർത്തു കൊടുക്കണേ അല്ല. ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ല, സന്തോഷം നൽകണേ അല്ല. പ്രത്യേകം ഈ ക്ലാസ് കേൾക്കുന്ന, സ്ഥിരമായിട്ട് ഈ ക്ലാസ്സുകൾ കേൾക്കുന്ന, ഷെയർ ചെയ്യുന്ന ആൾമാർ എല്ലാവർക്കും ഔത്തിൽ, അതുപോലെ ചിലർ ബിസിനസ്സിൽ, അവരുടെ കാര്യങ്ങളെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ അല്ല, സന്തോഷം നൽകണേ അല്ല, സലാഹമത്ത് നൽകണേ അല്ല. ഹബീബായ തങ്ങളോടുകൂടെ ഞങ്ങളെല്ലാം നീ സ്വർഗത്തിലേക്ക് റബ്ബേ എത്തിച്ചു നൽകണേ അല്ലാഹ്. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.